എന്താണ് വൈനാശിക നക്ഷത്രം? നമ്മുടെ ജന്മനക്ഷത്രത്തിന്റെ 22ാമത് നക്ഷത്രമാണ് വൈനാശിക നക്ഷത്രം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പോൾ അശ്വതി നക്ഷത്രം, അശ്വതി നക്ഷത്രത്തിന്റെ 22ാമത്തെ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത്. അതുപോലെ തിരുവോണത്തിൽ നിന്ന് തിരിച്ചെണ്ണിയാൽ ഇപ്പോൾ തിരുവോണം, അവിട്ടം, ചതയം, പുരുരുട്ടാതി, ഉത്തരട്ടാതി, രേവതി, അശ്വതി. അപ്പോൾ തിരുവോണത്തിൽ നിന്ന് തിരിച്ചെണ്ണുമ്പോൾ അശ്വതി എന്ന് പറയുന്നത് വധ നക്ഷത്രമാവും. അപ്പോൾ വൈനാശിക വധ എന്ന് പറയുന്ന കോമ്പിനേഷനാണ് ഈ 2 നക്ഷത്രങ്ങളായിട്ട് ഫോം ആവുന്നത് എന്നുള്ളതാണ്. ഇതൊരു ദോഷസൂചനയായിട്ടുള്ള കോമ്പിനേഷനാണ് എന്നർത്ഥം. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിനാശത്തിന് കാരണമാകുന്നു, വിനാശകരമായ നക്ഷത്രം എന്നാണ് പറയുന്നത് വൈനാശിക വധ കണക്ഷൻ വരുന്നത്. ജ്യോതിഷത്തില് 22ാം സ്ഥാനം എന്ന് പറയുന്നത് വിനാശമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ നക്ഷത്രത്തിൽ പെട്ടതായ ആളുകൾ പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആവാനും അവർ തമ്മിൽ വഴക്കും ഒക്കെ ആയിട്ട് പിരിഞ്ഞു പോകാനും അല്ലെങ്കിൽ ഒരാളെ പറ്റിച്ചിട്ട് പോകാനുള്ളതായ സാധ്യത വളരെ കൂടുതലാണെന്ന് പറയാം. അതുപോലെ ഈ ടോക്സിക് റിലേഷൻഷിപ്പൊക്കെ ഇപ്പൊക്കെ കൂടുതലും കണ്ടുവരുന്നതാണ്. നമ്മൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ അതൊക്കെ ഇത്തരം നക്ഷത്രങ്ങൾ തമ്മിലുള്ളതായ കോമ്പിനേഷനുകളിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ലൈഫ് പാർട്ട്ണറെയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു വിവാഹ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വൈനാശിക നക്ഷത്രം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നീട് ലൈഫിൽ അങ്ങോട്ട് ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു ദുരവസ്ഥ അവരെ പിന്തുടരാം എന്നുള്ളതാണ്. കാരണം ഒരു കാർമിക് കണക്ഷൻ അവർ തമ്മിലുണ്ട്, ഒരു കാർമിക് കടം വീട്ടൽ അവർ തമ്മിലുണ്ട്. ആ കടം വീട്ടേണ്ടതായി വരും. അപ്പോൾ അത് വീട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ലൈഫിൻ്റെ ദിശ തന്നെ മാറുകയും ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ജാതകങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴും കണ്ടുവരുന്നുണ്ട് വൈനാശിക കണക്ഷനുള്ള ആളുകളിൽ.